ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ വനിതാ ജ്ഞാനപീഠ ജേതാവ്. ആദ്യത്തെ വനിതാ ജ്ഞാനപീഠ ജേതാവ്. ഉത്തരം പറയട്ടെ. ഉത്തരം ആശാപൂർണ ദേവി. ആശാപൂർണ ദേവിയാണ് ആദ്യത്തെ ജ്ഞാനപീഠ വനിതാ ജേതാവ്. രണ്ടാമത്തെ ചോദ്യം, കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ ഏതാണ്? കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ ഏതാണ്? ഉത്തരം പറയട്ടെ. ഉത്തരം മരണ സർട്ടിഫിക്കറ്റ്. മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവലാണ് കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്തത്. അടുത്ത ചോദ്യം, എത്ര രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു? എത്ര രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു? ഉത്തരം 9. 9 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നത്. 7 കരയതിർത്തിയും 2 സമുദ്രാതിർത്തിയും. അടുത്ത ചോദ്യം, രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏതാണ്? രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏതാണ്? ഉത്തരം പറയട്ടെ. ഉത്തരം നീലക്കുയിൽ. നീലക്കുയിലാണ് രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ മലയാള സിനിമകളിൽ അഭിനയിച്ച നടൻ ആരാണ്? ഏറ്റവും കൂടുതൽ മലയാള സിനിമകളിൽ അഭിനയിച്ച നടൻ ആരാണ്? ഉത്തരം പറയട്ടെ. ഉത്തരം ജഗതി ശ്രീകുമാർ. ജഗതി ശ്രീകുമാറാണ് ഏറ്റവും കൂടുതൽ മലയാള സിനിമകൾ അഭിനയിച്ച നടൻ. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കായുള്ള ചോദ്യം ഇതായിരുന്നു, അമേരിക്കയിലെ ഏത് പ്രദേശമാണ് നെപ്പോളിയൻ തോമസ് ജെഫേഴ്സണ് $1.5 മില്യൺ വിറ്റത്? അതിൻ്റെ ഉത്തരം ലൂസിയാന ആയിരുന്നു. ഇന്നത്തെ നിങ്ങൾക്കുള്ള ചോദ്യം ചോദിക്കട്ടെ. ഇന്നത്തെ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, ഫിലോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഫിലോളജി? ഫിലോളജി എന്ന് പറയുന്നത് ഒന്നിനെക്കുറിച്ചുള്ള പഠനമാണ്. ഉത്തരം എല്ലാവരും കമൻറ്റ് രേഖപ്പെടുത്തണേ. കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.